ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി സിനിമാ നടന്മാർക്ക് ബന്ധമില്ലെന്ന് അന്വേഷണ സംഘം. നിലവിൽ ഈ കേസിൽ ഇവർക്കെതിരെ തെളിവില്ലെന്നും വേണ്ടി വന്നാൽ വീണ്ടും വിളിപ്പിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ലഹരിക്കടിമയായ ഷൈൻ ടോം ചാക്കോയ്ക്ക് ചികിത്സ അനിവാര്യമാണെന്ന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ പറഞ്ഞു. അതേസമയം ഷൈനുമായും ശ്രീനാഥ് ഭാസിയുമായും സുഹൃത്തുക്കളെന്ന ബന്ധമേ ഉള്ളൂവെന്നും മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധമില്ലെന്നും മോഡലായ സൗമ്യയും വ്യക്തമാക്കി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് വിളിപ്പിച്ച ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, സൗമ്യ എന്നിവർ രാവിലെ തന്നെ എക്സൈസ് ഓഫീസിലെത്തി. രാവിലെ 10 മണി മുതൽ 10 മണിക്കൂർ ഇവരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിനിടയിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച ഷൈൻ ടോം ചാക്കോയെ പിന്നീട് സ്വന്തം ഇഷ്ടപ്രകാരവും എക്സൈസിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും എക്സൈസിൻ്റെ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴയിലെ ലഹരി ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റി. ചികിത്സയിൽ എക്സൈസ് മേൽനോട്ടം വഹിക്കും. മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായ ഷൈൻ ടോം ചാക്കോയെ ലഹരി ചികിത്സ അനിവാര്യമാണെന്നാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ പറഞ്ഞത്. ഷൈനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് ബോധ്യമായി. ആ ഡ്രഗ് അഡിക്റ്റിനെ നമുക്ക് നൽകേണ്ടത് ചികിത്സയാണ്. ആ ചികിത്സ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അയാളെ തൊടുപുഴയിലുള്ള SH ഹോസ്പിറ്റൽ, അത് ഹോസ്പിറ്റൽ അവർ പ്രിഫർ ചെയ്തതാണ്. ചോദ്യം ചെയ്തതിനു ശേഷം ശ്രീനാഥ് ഭാസി മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. മോഡലായ സൗമ്യ തസ്ലീമയുമായി അടുപ്പമുണ്ടെന്നും തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് കാരണമായത് തസ്ലീമയായിട്ടുള്ള അടുപ്പമാണെന്നും സാമ്പത്തിക ഇടപാടുകളാണെന്നും പറഞ്ഞു. മയക്കുമരുന്നുമായോ മറ്റ് സിനിമാ മേഖലകളുമായോ തനിക്ക് ബന്ധമില്ലെന്നും അവർ പറഞ്ഞു. എന്താണ് ബന്ധം എന്നുള്ളത് ചോദിക്കാൻ വേണ്ടി വിളിപ്പിച്ചതാണ്. ഫ്രണ്ട്ഷിപ്പാണ്, അതിനപ്പുറത്തോട്ട്. രാവിലെ അഭിഭാഷകർക്കൊപ്പമാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ചോദ്യം ചെയ്യലിനെത്തിയത്. ആവശ്യം വന്നാൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ഇനിയും പലർക്കും നോട്ടീസ് നൽകും. സിനിമാ മേഖലയിലുള്ള 2 പേരെ ചൊവ്വാഴ്ച ചോദ്യം ചെയ്യുന്നുണ്ട്. ഹൈബ്രിഡിൻ്റെ അന്വേഷണത്തിനിടയിലാണ് എറണാകുളത്തും ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ ഹൈബ്രിഡ് വിതരണം ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും എക്സൈസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് റെയ്ഡ് നടക്കുകയും സിനിമാ മേഖലയിലുള്ള ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.